ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്പീച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സൗഹൃദ പരിശോധന നടത്തുന്നതാണ്. നിയമം പാലിച്ചവർക്ക് നമ്മൾ മധുരം നൽകും, പാലിക്കാത്തവർക്ക് ബോധവൽക്കരണം ചെയ്യും. അപ്പോൾ സാറ് ഹെൽമെറ്റ് ഇട്ടു, നിയമം പാലിച്ചതുകൊണ്ട് മധുരം നൽകി. ഓ താങ്ക്സ്. അപ്പൊ നമ്മൾ നിയമം പാലിച്ചവർക്ക് മധുരം നൽകും, പാലിക്കാത്തവർക്ക് ബോധവൽക്കരണം ചെയ്യും. അപ്പൊ സാറ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ മധുരം നൽകിക്കും. ഒരു ഫ്രണ്ട്ലി വെഹിക്കിൾ ചെക്കിംഗ് ആണ്. അപ്പോൾ ഈ റോഡ് സുരക്ഷയെക്കുറിച്ച് നിയമങ്ങളെ കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മുമ്പിലിരിക്കുന്നവരും സൈഡ് സീറ്റിലിരിക്കുന്നവരും ബെൽറ്റ് ധരിച്ചിരിക്കണം. ബെൽറ്റ് ധരിച്ചത് കൊണ്ട് സാറിന് മധുരം നൽകുകയാണ് SPCയുടെ ഭാഗമായിട്ട്. അപ്പോൾ എല്ലാ സുരക്ഷാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റോഡിലേക്ക് പോകാൻ പാടുള്ളൂ. സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പിന്നെ ഈ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ പോകേണ്ടത്. പിന്നെ രാത്രിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ സൈഡാക്കിയിട്ട് അതൊക്കെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പോകാൻ. ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മളിത്. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും പിറകിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് വേണം. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാനുള്ള നമ്മൾ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റോഡിലോട്ട് പോകേണ്ടത്. ഈ നിയമം പാലിക്കാത്തവർക്ക് ബോധവൽക്കരണം നമ്മൾ നൽകുന്നത്. അപ്പോൾ പാലിച്ചവർക്ക് മധുരം നൽകും, പാലിക്കാത്തവർക്ക് ബോധവൽക്കരണമാണ്. അപ്പോൾ മാഡം ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ട് അത് ബോധവൽക്കരിക്കണം. അപ്പോൾ നമ്മളെ ഓരോ ജീവനം കൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ പോലീസുകാർ കാണുമ്പോൾ മാത്രമല്ലല്ലോ അല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ പോകുന്നുള്ളതെങ്കിലും നമ്മൾ ഹെൽമെറ്റ് എന്തായാലും ധരിക്കണം. അപ്പോൾ നമ്മൾ തലയുടെ സുരക്ഷയ്ക്കാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ്. SPCയുടെ ശുഭയാത്രാ പദ്ധതിയുമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇന്നത്തെ ട്രാഫിക് നിയമ ബോധവൽക്കരണ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പ്രവർത്തനം. ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകാനും അത് സ്വയം മനസ്സിലാക്കാനും നമുക്ക് അതിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ 2 വീലർ ഓടിക്കുന്നവർ ഈ ഹെൽമെറ്റ് ധരിക്കാനുള്ള ആവശ്യകതയും അത് ധരിച്ചിട്ടില്ലെങ്കിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, ബോധവൽക്കരണ ക്ലാസ് കൊടുത്തു. മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള ആവശ്യകതയും അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അത് പറയുന്നതിലൂടെ നമുക്ക് സ്വയം മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈൻ ബോർഡുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഓടിക്കാനും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അതിലൂടെ നമുക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഒരു പ്രവർത്തനം നമുക്ക് മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു SPC സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. കേരള പോലീസും SPCയും തമ്മിൽ സംയുക്തമായിട്ട് നമ്മളെ എല്ലാ കാലത്തും നടക്കുന്ന പോലെ ഒരു യാത്രക്കാരും വാഹനം ഓടിക്കുന്നവർക്കുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ശുഭയാത്ര എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ SPC കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഒരു സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് നമ്മളെ പോലീസുകാരുടെ ഡ്യൂട്ടി പോലെ പോലീസുകാരുടെ കൂടെ തന്നെ നിന്നിട്ട് എങ്ങനെയാണ് പോലീസുകാരെ അവർ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കി അതുപോലെ തന്നെ അവരും ചെയ്ത്, അതുകൂടാതെ കുറച്ചും കൂടി ജനകീയമായിട്ട് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ റൂൾസും ചെയ്തവരും, അതായത് ഹെൽമെറ്റ് ധരിച്ചവർക്കും സീറ്റ് ബെൽറ്റ് ഇട്ടവർക്കെല്ലാം നമ്മൾ മധുരം നൽകി, അതിടാത്തവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നല്ല കൃത്യമായിട്ട് നമ്മളെ SPC കുട്ടികൾ ചെയ്തിട്ടുണ്ട്.